ഹരി, ഗുഡ് മോർണിംഗ്. 50-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിവിടെ രാഷ്ട്രീയം പറയുന്നില്ല, നമ്മൾ മറ്റൊന്നും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഹരീഷൻ. മനുഷ്യരാണ്, ഇത്രയും ദിവസം സമരം ചെയ്യുന്നു, പ്രത്യേകിച്ചും സ്ത്രീകളാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചില്ല എങ്കിൽ പോലും ഒന്ന് ഇടപെട്ട് ഈ സമരം അവസാനിപ്പിക്കാൻ, ഉപവാസം അവസാനിപ്പിക്കാനുള്ള ശ്രമം കാണിക്കാതിരിക്കുന്നത് മനുഷ്യത്വരഹിതമല്ലേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്? അതെ, എന്തൊരവസ്ഥയാണ് എന്നാണ് ഞാൻ ഓർത്തു പോകുന്നത്. കാരണം ഓരോ ദിവസവും നമ്മൾ ഇവിടെ വന്ന് നിന്ന് ഈ സെക്രട്ടറിയുടെ മുൻപിൽ വന്ന് നിന്ന് കുറേ സ്ത്രീകൾ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ അവരുടെ അവസ്ഥകൾ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരവസ്ഥയാണ് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുകയാണ്. കാരണം സമരം ചെയ്ത് പരിചയമില്ലാത്ത കുറേ അമ്മമാർ അവരിവിടെ വന്നിരുന്ന് അവരുടെ വീടുകളിലൊന്നും പോകാതെ, അവരുടെ മക്കളെ ഒന്നും കാണാതെ ഇവിടെ വന്നിരുന്ന് സമരം ചെയ്യുമ്പോൾ അതൊന്ന് പരിഹരിക്കാൻ ചർച്ചകൾ നടത്തി എന്ന് പറയുമ്പോഴും അതൊന്നും പരിഹാരമാവുന്നില്ലല്ലോ. പരിഹാരമായാൽ മാത്രമല്ലേ ആ ചർച്ചകൾ കൊണ്ട് ഫലം ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടുത്തെ കാഴ്ചകൾ എല്ലാ ദിവസവും ഒരുപാട് കസേരകൾ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. കാരണം അവരുടെ സമരത്തിന് പിന്തുണ ഒരുപാട് ഏറുന്നുണ്ട്. ഒരുപാട് പേർ വരും മണിക്കൂറുകളിലൊക്കെ എല്ലാ ദിവസവും ഇവിടെ വരുന്നുമുണ്ട്. മാത്രമല്ല ഈ കാണുന്ന കാഴ്ചകളൊക്കെ നിരാഹാര സമരത്തിൻ്റെ ഓരോ ദിവസം കഴിയും തോറും അവരതുപോലെ ഓരോ ദിവസങ്ങൾ എണ്ണി ഒട്ടിക്കുകയാണ്. നിരാഹാര സമരം 9-ാം ദിവസം അവിടെ ഒട്ടിക്കുന്നു. ഇപ്പോൾ മാർച്ച് 27 ഇന്നലെ ഒട്ടിച്ച സ്റ്റിക്കറാണത്. 46-ാം ദിവസം എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ. ഇന്ന് 47-ാമത്തെ ദിവസത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പോൾ ആശാ വർക്കർമാർ ഇവിടെ നിരാഹാരം ഇരിക്കുന്നവർക്ക് ഞാൻ രാവിലെ വന്നപ്പോൾ ആ 3 അമ്മമാരും രാവിലെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി അവരുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അവരുടെ ഈ യൂണിയൻ്റെ, ആശാ വർക്കർമാരുടെ യൂണിയൻ്റെ ഭാരവാഹിയാണ് ഇപ്പോൾ ഈ സമരപ്പന്തലിലുള്ളത്. 50-ാം ദിവസം ആവുകയാണ്. ഇന്ന് 47-48 50-ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. എന്ത് സാധ്യതയാണ് ഇനി നിങ്ങൾ കാണുന്നത്? ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. ഗവൺമെൻറ് ഞങ്ങളെ കാണുമെന്നും ഞങ്ങളെ കേൾക്കുമെന്നും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുമെന്നും. കാരണം ഗവൺമെൻറ് ഇത്ര ശത്രുതയോടെ ഇത്തരം ഒരു തൊഴിലാളി സമരത്തെ കാണുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. സ്വാഭാവികമായിട്ടും എല്ലാ ഗവൺമെൻറ്റുകളും ഏത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ തൊഴിലാളികൾ അതിനെതിരെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു സമരമാണ് നമ്മൾ സംഘടിപ്പിച്ചത്. നമ്മളൊരു പരമാവധി ഒരാഴ്ച രാപ്പകൽ സമരം എന്ന് പറയുമ്പോഴും സർക്കാർ എപ്പോഴെങ്കിലും ചിന്തിച്ചോ ഇത്രയും ദിവസം ഇങ്ങനെ നീണ്ടുപോകുമെന്ന്? ഒരിക്കലും ചിന്തിച്ചില്ല. ഇത് തുടങ്ങുമ്പോൾ പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ ഗവൺമെൻറ്റുമായിട്ടൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഇന്നലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ തൊഴിൽ മന്ത്രി പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചില്ല, അദ്ദേഹത്തിന് ഒരു കത്ത് പോലും കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിനോട് എന്താ പറയാനുള്ളത്? അതൊരു സാങ്കേതികമായ കാര്യം മാത്രമാണ്. ഈ കാര്യം അറിഞ്ഞതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഈ ആശാ വർക്കേഴ്സിൻ്റെ വിഷയം നമ്മൾ NHMൻ്റെ ഓഫീസിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ചുമതല വഹിക്കുന്ന തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് കൊടുക്കുന്നു. ഇതെല്ലാം കൊടുക്കുന്നുണ്ട്, അവർ വഴി നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ ഇതുവരെ അങ്ങനെ ഒരു നിങ്ങൾ തൊഴിൽ വകുപ്പിനൊരു നിവേദനം കൊടുക്കുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പകരം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് ധനകാര്യ മന്ത്രിയുമായിട്ട് ആലോചിച്ചിട്ട് നടപടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു നടപടിയിലേക്ക് വന്നിട്ടില്ല. ഇതൊക്കെ വെറും വാദങ്ങൾ മാത്രമാണ്, വെറും മുടന്തൻ ന്യായങ്ങൾ മാത്രമാണ്. ഇന്നെന്താ പ്രതിഷേധ പരിപാടി ഉള്ളത്? ഇന്ന് പ്രതിഷേധ പരിപാടി നമ്മൾക്ക് എല്ലാ ജില്ലകളിൽ നിന്നും ഓരോ ദിവസവും പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടേതായ ഐക്യദാർഢ്യം ഓരോ അതെ മറ്റ് ജില്ലകളിലെ വീടുകളിൽ പ്രാദേശികമായിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരോരോ കേന്ദ്രങ്ങളിലും അവരുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അവർ പരിപാടികൾ എടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഐക്യദാർഢ്യം നടത്തുന്നതിന് വേണ്ടി വന്ന സംഘടനകൾ വീണ്ടും വരുന്നു, വ്യക്തികൾ വരുന്നു, അതുപോലെ തന്നെ പുതിയ ആളുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ തൊഴിൽ മന്ത്രി പറഞ്ഞ ഒരു കാര്യം കൂടി മോത്തി എനിക്കിപ്പോൾ പറയാനുള്ളത്, അദ്ദേഹം ഇത് പറഞ്ഞെങ്കിലും അദ്ദേഹം ഇടപെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആശാപ്രവർത്തകരെ തൊഴിലാളികളായി കണ്ടുകൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിനൊക്കെ അദ്ദേഹം കത്തെഴുതിയിട്ടുണ്ട്. ആ കത്തിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി കിട്ടിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതിനൊരു പരിഹാരമാകാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഭരണത്തിൻ്റെ, അത് കൃത്യമായി ഇടപെടാത്തതിൻ്റെ പ്രശ്നമാണെന്ന് തന്നെ ആവർത്തിച്ച് പറയണം. ചർച്ചകൾ എത്ര നടത്തിയാലും പരിഹാരമായാൽ മാത്രമേ, ഈ സമരം അവസാനിച്ചാൽ മാത്രമേ അത് പരിഹാരമായി നടപടിയായി സർക്കാർ കൃത്യമായി ഇടപെട്ടു എന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഹരി, അങ്ങനെ സർക്കാർ ഇടപെടൽ നടത്തുമെന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രതീക്ഷിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു, അതിനേക്കാൾ അപ്പുറം അവരും പ്രതീക്ഷിക്കുന്നു.